ഇറ്റ്സ് ഡോക്ടർ ശ്രീലക്ഷ്മി, അമൃതലക്ഷ്മി ആയുർവേദിക് ഹെൽത്ത് കെയർ, പേട്ട. ഇന്ന് നമ്മൾ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മളെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന അറ്റാക്സ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കും വരാറുണ്ട്, ബ്രെയിൻ അറ്റാക്കും വരാറുണ്ട്. ഇതിൽ ബ്രെയിൻ അറ്റാക്കിൻ്റെ സെക്ഷനിൽ പെടും സ്റ്റോക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മോഡേൺ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ആർട്ടറി വഴിയും വീനസ് മീൻസ് വെയിൻ റിലേറ്റഡ് ആയിട്ടും അങ്ങനെ 2 സെക്ഷനിൽ വരാം. ഇതിൽ ആർട്ടറി വഴി വരുന്നതാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇഷീമിക്കും ഹെമറേജിക്കും ആയിട്ട് വരും. ഇഷീമിക് വരാം മീൻസ് ഇപ്പോൾ ഒരു കുമിള പോലെ ത്രോംബസ് ലൈക്ക് അങ്ങനെ വരാം. അതുപോലെ തന്നെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ട് മീൻസ് ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ വന്നിട്ട് അത് ബ്ലഡ് സർക്കുലേഷനിൽ ബ്ലോക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ 2 തരത്തിലും വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ നെക്സ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഹെമറേജിക്കാണ് ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് വരുന്നത്. ആ കേസുകളിൽ നമുക്ക് മീൻസ് വല്ലാണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡിൽ മോസ്റ്റ്ലി ഇപ്പം മെയിൽസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് അഫക്റ്റഡ് ആയിട്ടാണ് കൂടുതൽ കാണുക. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ അഫക്റ്റഡ് ആയി എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു തലക്കറക്കം പോലെ വരാം. അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലൊരു ഫോൺ കോൾ വന്നു, നമ്മൾ ഫോൺ എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെക്കുമ്പോഴായിരിക്കും കൈ അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ചുണ്ട് കോടുന്ന പോലെ തോന്നുന്നു. ഇങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലാണ് സിംറ്റംസ് കാണിക്കുക. സോ ഇതെല്ലാം എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് വിഷയം. എന്ന് കരുതി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് ആരും അധികം ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രിയം. അത് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂത്ത് എല്ലാവരും കൂടുതലും പുറത്തുനിന്നൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ അപ്പോഴൊന്നും നമുക്ക് എത്രത്തോളം നല്ല ഫുഡാണ്, അല്ലെങ്കിൽ അതിൽ എണ്ണ എത്രത്തോളം ഉണ്ടെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എല്ലാം നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ടെൻഷൻ വരാൻ വളരെ വളരെ കമ്മിയായിട്ടുള്ളൊരു സമയം മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ കൊഴുപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇങ്ങനെ അടങ്ങി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ വഴി അതിപ്പോൾ ഹാർട്ടിൽ ചെന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്ന പോലെ തന്നെയാണ് ബ്രെയിനിൽ ചെന്ന് ബ്ലോക്ക് ആകുമ്പോൾ സ്ട്രോക്കായിട്ട് വരാം. അപ്പോൾ ഈ സ്ട്രോക്ക് എന്നുള്ള സംഭവം വൺസ് വന്നു, നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. മേ ബി ഇപ്പോൾ വിത്തിൻ 1 hour എത്തിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അതിനുള്ളിൽ എത്തിക്കാൻ പറ്റില്ല, ഇപ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണ് അങ്ങനെ സിറ്റുവേഷൻ വരുന്നത് എങ്കിൽ നമുക്ക് മേ ബി അവരുടെ ബോഡിയിൽ അത് എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു സൈഡ് മുഴുവൻ മേ ബി പാരലൈസിസ് ആയി പോവാം. അങ്ങനെ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ അവർ തന്നെ ഒരുപാട് ഒന്നും നടക്കാൻ പറ്റില്ല. നമുക്ക് തോന്നും ഇപ്പോൾ ഒരു കാല് അല്ലെങ്കിൽ ഒരു സൈഡല്ലേ ബുദ്ധിമുട്ടായിട്ടുള്ളൂ, പിന്നെ എന്തുകൊണ്ട് അവർക്ക് പറ്റണില്ല, വടി പിടിച്ചാലും നടന്നുകൂടെയും തോന്നും. പക്ഷെ ഒരു സൈഡ് ഫുൾ അഫക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവരുടെ ഓരോ കാര്യങ്ങളും. രാവിലെ എണീക്കുമ്പോൾ ബ്രഷ് ചെയ്യുന്നതായിരുന്നാലും ബാത്റൂമിൽ പോകുന്നതായിരുന്നാലും തുടങ്ങി ഇങ്ങോട്ട് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും ഒന്ന് പുറത്ത് പോകണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കണമെങ്കിൽ പോലും അവരതിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്നുള്ളത് അനുഭവിക്കുന്ന അവർക്ക് തന്നെ അറിയുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി വൺസ് അങ്ങനെ വന്നാൽ, അങ്ങനെ സിറ്റുവേഷൻ വന്നു, നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തലകറങ്ങി വീഴുന്നു, ചിലപ്പോൾ നടന്ന് നമ്മൾ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് നമ്മൾ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി പോകുന്നു, എനിക്കെന്തോ പറ്റി, എനിക്കെന്താ പ്രശ്നം, എന്താണ് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുക, മീൻസ് ബി പി കൂടുന്നു എന്ന് തോന്നുക. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പാനിക് ആവാതെ അത് ലീസ്റ്റ് അടുത്തുള്ള ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ എത്രത്തോളം വൈകുന്നു അത് അത്രത്തോളം നമ്മളെ ബോഡി ബാധിക്കും. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം. സോ സ്ട്രോക്ക് റൂട്ടും നമുക്ക് വൺസ് വന്നു, ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അഫക്റ്റഡ് ആയി, ലെഫ്റ്റ് സൈഡ് കൈ അനക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ കാലിന് ബുദ്ധിമുട്ടായി, പിന്നെ ആ കാല് അഴിച്ച ശേഷം നടക്കേണ്ട സിറ്റുവേഷൻ വരാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കഴുത്തിന് താഴേക്ക് അല്ലെങ്കിൽ തല തൊട്ട് ഇങ്ങോട്ട് താഴേക്കുള്ള ഭാഗം ഒരു സൈഡ് മുഴുവൻ അഫക്റ്റ് ആകുന്നു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് പിന്നെ അതിൽ നിന്ന് റിക്കവറി ഇല്ല എന്നുള്ളതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഹെമറേജിക് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അല്ല ഇനി എന്തെങ്കിലും കയറി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ബ്ലോക്ക് എന്താണോ അത് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും തന്നെ അവർ
കുറേ റിലീവ്ഡ് ആവും. പിന്നെ ഫർദർ അതിൻ്റെ കൂടുതൽ അഗ്രിവേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് ഇപ്പോൾ സ്ട്രോക്ക് വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി എല്ലാ കൊടുക്കേണ്ട മെഡിക്കേഷൻസ് നമ്മൾ കൊടുത്തു എന്ന് ഇരിക്കട്ടെ. അതിനുശേഷം പേഷ്യൻറ്റിനെ അങ്ങനെ ബെഡ് റിഡൻ ആക്കി വെക്കാൻ നോക്കരുത്. മാക്സിമം എന്താണോ നെക്സ്റ്റ് ചെയ്യേണ്ടത് അത് ചെയ്യാം. ഇപ്പോൾ മേ ബി ഫിസിയോയിലേക്ക് പോകാൻ ചില ഡോക്ടേഴ്സ് പറയും, ശരി ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഒരു ബ്രേക്ക്, ബോഡിക്ക് മൊത്തത്തിലൊരു റെസ്റ്റ് കൊടുത്തതിന് ശേഷം ഫോർ മീ ഞാൻ ആയുർവേദം സെലക്ട് ചെയ്യാനേ പറയുള്ളൂ. മീൻസ് ആയുർവേദം ചെയ്യുമ്പോൾ സെയിം ടൈം നമുക്ക് ബ്രെയിനിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. സെയിം ടൈം നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലൈക്ക് അഭ്യംഗ, നമ്മൾ ഇപ്പോൾ അണുതൈലം, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് സഹചരാതി തൈലം അങ്ങനെ തുടങ്ങി നമ്മൾ ഇതൊരു വാദവികാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷാഘാതം എന്നാണ് നമ്മളിതിന് പറയാം. അപ്പോൾ വാദവികാരംസ് ഒരു ബ്രോഡ് ആയിട്ട് കിടക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്. അതിനുള്ളിലുള്ള ഒരു സംഭവം മാത്രമാണ് ഈ പക്ഷാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് പയ്യെ പയ്യെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ബ്രെയിനിൽ നമുക്ക് മെഡിസിൻസ് കൊടുക്കുന്നതിന് ശിരോവസ്തി കൊടുക്കാൻ പറ്റും, ശിരോധാര കൊടുക്കാൻ പറ്റും. അങ്ങനെ മെഡിസിൻസ് നമുക്കുള്ളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒട്ടുമിക്ക പേഷ്യൻസിനുള്ളൊരു സംശയമാണ്, ലൈക്ക് ഞാൻ അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അപ്പം ഞാൻ എങ്ങനെ ആയുർവേദം ചെയ്യും? എനിക്ക് ആയുർവേദത്തിൽ ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പറ്റുമോ, എങ്ങനെയാണ് എന്നൊക്കെ. ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ബോത്ത് മെഡിസിൻസ്, അലോപ്പതി എടുക്കുന്നതാവട്ടെ ആയുർവേദം എടുക്കുന്നതാവട്ടെ, നമുക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമ്മളെ ബോഡിക്ക് അതിനൊരു പവർ ഉണ്ടാവണം. അതാണ് മെയിൻ തിങ്. അത് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ആ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അതാണ് നമുക്ക് ആയുർവേദത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ്. പിന്നെ തുടക്കത്തിലേ അവരെ നടത്തിപ്പിക്കുക, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുക വെച്ചല്ലോ, അതെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ മറുപത്തി സമയം കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഒരു റെഗുലർ എക്സസൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അവരിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് സമയം എടുത്തായിരുന്നാലും നമുക്ക് പയ്യെ അവരെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു പരിധി വരെ. അറ്റ്ലീസ്റ്റ് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. എനിക്കത് എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് ഒരുപാട് പേഷ്യൻസിൻ്റെ കേസിൽ എനിക്ക് ഒരുപാട് പ്രൂഫുകൾ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. ഈവൻ ഒരു പേഷ്യൻ്റ് വന്ന്, പുള്ളിക്കാരൻ റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. ആ പുള്ളി വന്നിട്ട് ടോട്ടലി ബെഡ് റിഡൻ ആയിപ്പോയി. അതിനുശേഷം ആൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു, മെഡിസിൻസ് എടുത്തു, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഒരു സെക്കൻഡ് കോഴ്സ് കഴിഞ്ഞപ്പോഴേ തന്നെ ആൾ നന്നായിട്ട് നടക്കാവുന്ന ഒരു കണ്ടീഷനിലേക്കായി. തേർഡ് കോഴ്സ് കൂടെ കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്തും ചെയ്യാം, കുഴപ്പമില്ല, എനിക്ക് വണ്ടി വേണമെങ്കിൽ എടുക്കാം, ആ ഒരു കോൺഫിഡൻസ് ആൾക്ക് കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തി. അപ്പം നമുക്കിപ്പോൾ 100% നമുക്ക് ഓക്കെ ആക്കാം എന്ന് എല്ലാ കേസിലും പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്, ഓരോ കേസിലും ഓരോ മനുഷ്യരുടെ ആരോഗ്യം എങ്ങനെയാണ്, അവരെത്രത്തോളം ഈ ബുദ്ധിമുട്ടുകളെല്ലാം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിലും കുറേ ചേഞ്ചസ് വരുത്തുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനൊരു കണ്ടീഷൻ വന്നു എന്ന് കരുതി നമ്മളൊന്നും ചെയ്യാതിരിക്കരുത്. നമ്മൾ മുന്നോട്ട് എത്രത്തോളം ഓടാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്കതിന് എന്തായാലും അതിനുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുക ചെയ്യും. അത് മീൻസ് അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അത് ഫിസിക്കലി ആയിരുന്നാലും ശരി, മെൻ്റലി ആയിരുന്നാലും ശരി. മീൻസ് നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള ഫുഡ് നമ്മൾ ശ്രദ്ധിക്കാൻ കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ഒരു അസുഖം വന്നു എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാം കറക്റ്റായിട്ട് നോക്കുകയും റെഗുലർ ചെക്കപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് ഈ ബുദ്ധിമുട്ട് വന്നല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സ്റ്റിൽ എന്തുകൊണ്ട് ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യരും നമുക്ക് ചുറ്റുമില്ല. ഓരോരുത്തർക്കും ചെറിയൊരു കാര്യമായിരുന്നാലും വലിയ കാര്യത്തിലായിരുന്നാലും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരൊറ്റ BP മാത്രം മതി എവിടെ എന്ത് വേണോ സംഭവിക്കാനായിട്ട്. അത് മാത്രമാണ് ഈ സ്ട്രോക്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കണം എന്ന് പറയുന്നില്ല. ബി ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, മെൻ്റലി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.